എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ ബസ് റൂട്ടിൽ നിന്നും പോഞ്ഞാശ്ശേരി ടൗണിൽ നിന്നും 800 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വീട്. 5 സെന്റിലെ 4 BHK വീട്. ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ഇൻഫോ പാർക്ക്, എടപ്പള്ളി, ആലുവ റെയിൽവേ സ്റ്റേഷൻ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നിവിടങ്ങളിലേക്ക് 30 മുതൽ 40 മിനിറ്റ്സ് ഡ്രൈവ് മാത്രമാണ് ഉള്ളത്. .9 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ ഒരു ഇൻഡിപെൻഡൻറ്റ് വീടാണ് ഇത്. 5.2 മീറ്റർ ആണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഗേറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായി വരുന്ന ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 18 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. വീടിൻ്റെ ഈസ്റ്റ് സൈഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഇവിടെയായിട്ടാണ് വരുന്നത്. 10 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. വലിയൊരു SUV വാഹനം തന്നെ നമുക്കിവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ്. ഇവിടെയായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ വടക്ക് ഭാഗത്താണുള്ളത്. 7 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്താണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെ വർക്ക് ഏരിയയുടെ മുകൾ ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 4 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയെല്ലാം ഇന്റർലോക്ക് കട്ടകളാണ് ഇരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ തെക്ക് ഭാഗത്താണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് ഇരിച്ചിരിക്കുന്നത്. നമുക്കിനി സിറ്റ് ഔട്ടിലേക്ക് വരാം. 9.5 അടിയിലേറെ നീളവും 4.5 അടിയിലേറെ വീതിയുമുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇവിടെയുള്ളത്. സിറ്റ് ഔട്ട് മുഴുവനായും ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2-3 ചെയർ ഇടാനുള്ള സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. കിഴക്ക് ദർശനമായി വരുന്ന ഈ വീടിൻ്റെ പ്രധാന വാതിലും കിഴക്ക് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തേക്കിൻ തടി 2 പാളികളായിട്ടാണ് ഇവിടെ പ്രധാന വാതിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ജനലുകളും തേക്കിൻ തടിയിൽ തന്നെയാണ് തീർത്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ലിവിംഗ് റൂം വരുന്നത്. 9.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് റൂമിനുള്ളത്. ഇവിടെയായിട്ട് ഒരു ഡെക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. 11 അടിയോളം നീളവും 6 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ ഫ്ലോറിലെ റൂം അറേഞ്ച്മെൻറ്റ് നോക്കാം. ഇവിടെയായിട്ടാണ് ലിവിങ് വരുന്നത്. ലിവിങ്ങിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് റൂം വരുന്നത്. ഡൈനിങ് റൂമിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിനോട് ചേർന്ന് തന്നെ ക്ലോസ്ഡ് കിച്ചൺ നൽകിയിരിക്കുന്നു. നമുക്കിനി ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചണിലേക്ക് വരാം.
നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 10.5 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിനുള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ മെയിൻ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ ഒരു കോർണറായിട്ട് ഒരു വാൾഡ്രോബും ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്കിനി സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പുകളെല്ലാം ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ ഗ്ലാസും എസ്എസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്റ്റെപ്പ് ലൈറ്റുകളും ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് പർഗോളകൾ കൊടുത്ത് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 8.5 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഈ സ്പേസിൻ്റെ കണ്ടിന്യൂഷനായി ഇവിടെയും ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. 15 അടിയിലേറെ നീളവും 6.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ റൂം അറേഞ്ച്മെൻറ്റ് നോക്കാം. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു യൂട്ടിലിറ്റി സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഇവിടെയായിട്ടും ഒരു യൂട്ടിലിറ്റി സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്കിനി മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം. 9.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 9.5 അടിയിലേറെ നീളവും 6 അടി വീതിയുമുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കവേർഡ് ബാൽക്കണി കൂടാതെ ഇവിടെയായിട്ടൊരു ഓപ്പൺ ബാൽക്കണി കൂടിയുണ്ട്. 10 അടിയിലേറെ നീളവും 4 അടിയോളം വീതിയുമാണ് ഈ ഒരു ഓപ്പൺ ബാൽക്കണിക്ക് ഉള്ളത്. ഈ വീടിന് 2 യൂട്ടിലിറ്റി സ്പേസാണ് ബിൽഡർ നൽകിയിരിക്കുന്നത്. 15.5 അടിയിലേറെ നീളവും 6.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഫ്ലോറ് ടൈല് ചെയ്തിരിക്കുന്നതിനാൽ നമുക്കിതൊരു റൂമായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ യൂട്ടിലിറ്റി സ്പേസ് നൽകിയിരിക്കുന്നത്. 11 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. അതുപോലെ വാഷിംഗ് മെഷീനുള്ള പോയിന്റും ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. ബസ് റൂട്ടിലേക്ക് 800 മീറ്റർ, പെരുമ്പാവൂരേക്ക് 5 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 7.5 കിലോമീറ്റർ,
ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 13 കിലോമീറ്റർ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 14 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 17 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്കും കാക്കനാടേക്കും 19 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 5 സെൻറ്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 58 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.